CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കായിക രംഗത്ത് 9 വർഷത്തിനിടെ 3400 കോടിയുടെ വികസനം നടപ്പിലാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാനത്തിന് ആദ്യ സന്തോഷ് ട്രോഫി വിജയം സ്വന്തമാക്കിയ ടീം അംഗങ്ങൾക്ക് നൽകിയ ആദരം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിച്ചു. ബസ് സ്റ്റാൻഡിന് അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന 10 മീറ്റർ വഴിയില്ലെന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടതോടെയാണ് ജില്ലാ ഗതാഗത വകുപ്പ് അനുമതി നൽകിയത്. കലയുടെ വർണ്ണപ്രപഞ്ചമൊരുക്കി മങ്കട ഉപജില്ലാ കലോത്സവത്തിന് പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നവംബർ 5 ബുധനാഴ്ച കലോത്സവം സമാപിക്കും. വിവിധ വേദികളിലായി 100-ലധികം ഇനങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറുന്നത്. വൻ മയക്കുമരുന്ന് വേട്ടയിൽ 52 ഗ്രാം ഹെറോയിനുമായി അന്യസംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. കരിങ്കലത്താണിയിൽ വെച്ചാണ് ഇയാളെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടിയത്. കായിക രംഗത്ത് 9 വർഷത്തിനിടെ 3400 കോടിയുടെ വികസനം നടപ്പിലാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാനത്തിന് ആദ്യ സന്തോഷ് ട്രോഫി വിജയം സ്വന്തമാക്കിയ ടീം അംഗങ്ങൾക്ക് നൽകിയ ആദരം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കിഫ്ബിയിലൂടെ 600 കോടിയുടെ വികസനം പൂർത്തീകരിച്ചു. എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള സ്റ്റേഡിയങ്ങൾ നവീകരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാവും. നിലവിൽ ഫിഫ അംഗീകാരമില്ലാത്ത സ്റ്റേഡിയത്തിന് അടുത്തയാഴ്ച അംഗീകാരം ലഭിക്കും. 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ സമഗ്ര കായിക പാഠ്യപദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ വിഷനുമായി ബന്ധപ്പെട്ട് കായിക അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നാളെ മുതലുണ്ടാവും. മറ്റ് എല്ലാ കായിക ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതിൽ നിന്നും കൂടുതൽ പരിശീലന പരിപാടികൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കായിക നയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഭാവിയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ പല നിയമങ്ങളിലും നമ്മളിപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. കായിക നയത്തിൽ തന്നെ കൃത്യമായി തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പുതുതായി പ്രൈമറി വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകം ഇപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ വി ആർ വിനോദ്, കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ, അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ്, സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടർ വി പി അനിൽകുമാർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് എം നാരായണൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ മുഴുവൻ എത്തിച്ച ഈ CCN മലപ്പുറം. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിച്ചു. ബസ് സ്റ്റാൻഡിന് അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന 10 മീറ്റർ വഴിയില്ലെന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടതോടെയാണ് ജില്ലാ ഗതാഗത വകുപ്പ് അനുമതി നൽകിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തുറന്നു നൽകാൻ സാധിക്കാത്ത പുത്തനാൽക്കൽ പരിസരത്തെ ബസ് സ്റ്റാൻഡ് അതിവേഗം തുറന്നു നൽകാനുള്ള നടപടിയുടെ ഭാഗമായാണ് വഴിയിലെ കിണർ മണ്ണിട്ട് നികത്തിയത്. ബസ് സ്റ്റാൻഡിന് അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന 10 മീറ്റർ വഴിയില്ലെന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനാണ് നഗരസഭ കിണർ നികത്തിയത്. തുടർന്ന് പ്രവർത്തനാനുമതി തേടിയുള്ള ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ അപേക്ഷ പുനഃപരിശോധിക്കുകയും ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പ്രവേശന റോഡിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റോഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. തുടർന്ന് PWD, പോലീസ്, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ടീമിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിന് അനുമതി നൽകിയത്. CCN ചെർപ്പുളശ്ശേരി. വൻ മയക്കുമരുന്ന് വേട്ടയിൽ 52 ഗ്രാം ഹെറോയിനുമായി അന്യസംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി.
കരിങ്കലത്താണിയിൽ വെച്ചാണ് ഇയാളെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടിയത്. അസം സ്വദേശിയായ മുസഹിദുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. ഹെറോയിൻ വിൽപ്പന നടത്തുന്നതിനായി നിൽക്കുകയായിരുന്ന പ്രതിയുടെ തോൾ സഞ്ചിയിൽ നിന്നാണ് 52 ഗ്രാം ഹെറോയിൻ കണ്ടെടുത്തത്. പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് കരിങ്കലത്താണി, താഴേക്കോട്, പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ ഇയാൾ ലഹരി വസ്തുക്കൾ വിറ്റിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്തിയിരുന്നതായി പ്രതി സമ്മതിച്ചു. നിലവിൽ ഹെറോയിന്റെ ഉറവിടത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് അന്വേഷണം നടത്തിവരികയാണ്. പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സായിറാം, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിപുൺ, ശരത്, സിന്ധു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCN പെരിന്തൽമണ്ണ. രാത്രി മഴ പെയ്താൽ പിന്നെ ഉറക്കമില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് വീടിന്റെ ഉള്ളിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ വാണിയംകുളം ത്രാങ്ങാലി മുല്ലയ്ക്കൽ മഞ്ജുളയുടെയും കുടുംബത്തിന്റെയും ഉറക്കം കളയും. ഭർത്താവ് കറുപ്പനും മക്കളായ 2 പെൺകുട്ടികളും അടങ്ങുന്ന ഈ കുടുംബത്തിന് വീടെന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ്. രാത്രി മഴ പെയ്താൽ പിന്നെ ഈ കുടുംബത്തിന് ഭയമാണ്. കാരണം മഴത്തുള്ളികൾ ചോർന്ന് വീടിനകത്ത് വീഴുന്നത് ഇവരുടെ സ്വൈര്യം കെടുത്തും. ഭർത്താവ് കറുപ്പനും നഴ്സിംഗിന് പഠിക്കുന്ന മൂത്ത മകളും ഇളയ മകളും അടങ്ങുന്ന SC വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബം 18 വർഷമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ ദുരിതത്തിലാണ്. വീടിനായി ഓരോ ഗ്രാമസഭകളിലും അപേക്ഷിക്കും. എന്നാൽ ഇതുവരെയും വീട് മാത്രം ലഭിച്ചില്ലെന്ന് കറുപ്പൻ പറഞ്ഞു. ഇത്തവണ പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടെന്ന് അറിയിച്ചു. ഇതോടെ വീടെന്ന സ്വപ്നം പൂവണിയുമെന്ന സന്തോഷത്തിലായിരുന്നു കറുപ്പനും കുടുംബവും. ഇതിനായി ആവശ്യപ്പെട്ട എല്ലാ പേപ്പറുകളും നൽകുകയും ചെയ്തു. എന്നാൽ തന്റെ ഒപ്പം കൊടുത്ത എല്ലാവരുടെയും വീട് പണി ഇപ്പോൾ പകുതിയും പൂർത്തിയായി. തനിക്കു മാത്രം വീടിന് ഇതുവരെയും ഫണ്ട് ലഭിച്ചില്ലെന്ന് കറുപ്പൻ പറഞ്ഞു. അധികൃതരെ സമീപിച്ചപ്പോൾ ഇപ്പോ ശരിയാകും, ഇതാണ് മാസങ്ങളായി ലഭിക്കുന്ന മറുപടിയെന്ന് മഞ്ജുള പറഞ്ഞു. പെയിന്റിംഗ് തൊഴിലാളിയായ കറുപ്പന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. ഒറ്റമുറി ഷെഡിൽ ചുറ്റും മൺകട്ട കൊണ്ട് ചെറിയ ഉയരത്തിൽ ചുമർ കെട്ടിയിട്ടുണ്ട്. എന്നാൽ കാലങ്ങളായി മഴ കൊണ്ടതോടെ പലതും അടർന്നു വീഴുകയും ചെയ്ത നിലയിലാണ്. ഇതോടെ ഫ്ലക്സുകളും പ്ലാസ്റ്റിക് കവറുകളും കൊണ്ട് ചുറ്റും മറച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം ഇഴജന്തുക്കളുടെ ശല്യവും രാത്രിയിൽ ഉണ്ടാകാറുണ്ട്. മുൻവശത്താകട്ടെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു വാതിൽ മാത്രമാണുള്ളത്. 2 പെൺകുട്ടികളുടെ പഠനവും പ്രതിസന്ധിയിലാണ്. മൂത്ത മകൾ വിസ്മയ നഴ്സിംഗിനാണ് പഠിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തതിനാൽ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ്. ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചതായി മഞ്ജുള പറയുന്നു. ചോർന്നൊലിക്കുന്ന വീടിന്റെ ദുരിതത്തിനൊപ്പം മകളുടെ പഠനം വഴിമുട്ടുമോ എന്ന ആശങ്കയും ഈ കുടുംബത്തെ അലട്ടുന്നുണ്ട്. ഇവരെ പോലുള്ള ആളുകൾ ലൈഫ് മിഷന്റെ പദ്ധതിയിൽ 18-ാം നമ്പറാണ് അല്ലേ, 18ാമത്തെ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന ആളുകൾ പലവട്ടം മുദ്രപത്രം വാങ്ങി പഞ്ചായത്തിൽ കൊടുത്തതല്ലാതെ ഇതേവരെ 1 രൂപ ഇവർക്ക് ആനുകൂല്യമായിട്ട് പ്രഖ്യാപിക്കുകയോ, ഈ ചോർന്നൊലിക്കുന്ന കൂര ഇതിന്റെ മേൽക്കൂരയിൽ ചെതലരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇത് ഇടിഞ്ഞു വീഴാവുന്ന രീതിയാണ്. ഇതിനൊന്നൊരു പരിഹാരമായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്, MP രാജേഷിനോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ മുല്ലയ്ക്കൽ മഞ്ജുള ചേച്ചിയും ഇവരുടെ ഈ 2 പെൺമക്കളും ഒന്നും ഈ കേരളത്തിലല്ലേ താമസിക്കുന്നതെന്നുള്ള ഇതുപോലെ ഒരു 10,000-കണക്കിന് വീടുകളെ ഓരോ ദിവസവും ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എണ്ണിക്കാണിക്കാൻ പറ്റും. എന്നാൽ വീട് നിർമ്മാണത്തിന് പഞ്ചായത്തുമായി എഗ്രിമെന്റ് വെച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ എന്നും ലിസ്റ്റിൽ പേരുണ്ടെന്നും വാർഡ് മെമ്പർ D ശങ്കരനാരായണൻ അറിയിച്ചു. ബന്ധപ്പെട്ട പേപ്പറുകൾ വൈകിയാണ് നൽകിയത്. അതിനാലാണ് നേരത്തെ ഫണ്ട് ലഭിക്കാഞ്ഞത്. ഫണ്ട് വന്നാൽ ഉടൻ തന്നെ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. CCN ഒറ്റപ്പാലം. കലയുടെ വർണ്ണപ്രപഞ്ചമൊരുക്കി മങ്കട ഉപജില്ലാ കലോത്സവത്തിന് പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നവംബർ 5 ബുധനാഴ്ച കലോത്സവം സമാപിക്കും. വിവിധ വേദികളിലായി 100-ലധികം ഇനങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറുന്നത്. ആദ്യ ദിനം 14 വേദികളിലായി നടന്ന മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെയും കലാപ്രേമികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വേദി 1-ൽ ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ ക്ലാസിക്കൽ കലാരൂപങ്ങൾ നടന്നു.
കൈലാസം പർവ്വതമെടുത്ത മാനാടിയപ്പോൾ ഭഗവതി വേഗം പോയി ഭഗവാനെ ആലിംഗനം ചെയ്തു. അങ്ങനെ സന്തുഷ്ടഹൃദയായിരിക്കുന്ന ദേവി എന്നെ അനുഗ്രഹിക്കാനായി കൊണ്ടുവന്ന സമയത്തിങ്കൽ ഞാൻ ദേവിയോട് പറഞ്ഞു, സ്ത്രീകളുടെ കയ്യിൽ ഞാൻ വരം വാങ്ങാറില്ല. അത് കേട്ട് അതികുപിതയായിരിക്കുന്ന ദേവി എന്നെ ശപിച്ചു, ഒരു സ്ത്രീ കാരണം അനേകം നാശം വരട്ടെ നിനക്ക്. വേദി 2-ൽ ഭരതനാട്യം, കേരള നടനം തുടങ്ങിയ ശാസ്ത്രീയ നൃത്ത ഇനങ്ങൾ അരങ്ങേറി. വേദി 3-ൽ മിമിക്രി, മോണാക്ട് മത്സരങ്ങൾ, ചിരിയുടെയും ചിന്തയുടെയും നിമിഷങ്ങൾ സമ്മാനിച്ചു. എന്നാൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ ആസ്വാദകരെ ആകർഷിച്ചത് വേദി 5-ൽ നടന്ന ഗോത്രകലകളായിരുന്നു. ഗോത്രകലകൾ ആസ്വദിക്കാനായി വൻ ജനാവലി തന്നെ വേദിയിൽ എത്തിയത് ശ്രദ്ധേയമായി. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ കോൽക്കളി മത്സരത്തിൽ കല്ലടി HSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇതോടെ കോൽക്കളി കിരീടം തുടർച്ചയായി സ്വന്തമാക്കിയ കല്ലടി തങ്ങളുടെ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ഞങ്ങൾ ജില്ലയാണ് പോണത്. ജില്ലയിൽ എങ്ങനെ സ്റ്റേറ്റ് നോക്കണം, അതാണ് ആഗ്രഹം. പ്രാക്ടീസ് പരമാവധി ചെയ്യും. കോൽക്കളി കല്ലടിയല്ലാതെ ആരും കൊണ്ടുപോയിട്ടുമില്ല, ഇനി കൊണ്ടുപോകുകയുമില്ല എന്ന ആത്മവിശ്വാസം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കല്ലടി ഹയർ സെക്കൻഡറി വിഭാഗം ടീം ഇത്തവണ ജില്ലയിലേക്ക് യോഗ്യത നേടിയത്. മത്സരവേദിയിൽ ആവേശമുണർത്തിയ കല്ലടിയുടെ പ്രകടനം കാണികളുടെ കയ്യടി നേടി. അച്ചടക്കത്തോടെയുള്ള ചുവടുകളും താളമേളവുമാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ചും പാട്ടിന്റെ കാര്യത്തിൽ വലിയ വലിയ തെറ്റുകൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഉപരി മത്സരത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഈ 4 ടീമിൽ നിന്നും ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് നമ്പർ 102 വിജയിലേക്ക് അഭിനന്ദനങ്ങൾ. കോൽക്കളിയിൽ മണ്ണാർക്കാട് ഉപജില്ലയിലെ കല്ലടിയുടെ ഈ തുടർ വിജയം ടീമിന്റെ പരിശീലന നിലവാരത്തിന്റെയും കായികക്ഷമതയുടെയും തെളിവാണ്. നല്ല മത്സരമായിരുന്നു, പക്ഷെ ചെറിയൊരു ഇടർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ നമ്മൾ ഒന്നും കൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ നന്നായി അവതരിപ്പിക്കും. മണ്ണാർക്കാടിന് വേണ്ടിയിട്ട് ജില്ലയിൽ ചിലപ്പോൾ കല്ലടിക്കാർ പ്രാവശ്യം പ്രൈസ് അടിക്കും. മികച്ച വിജയം നേടിയ കല്ലടി ടീം ഇനി ജില്ലാ കലോത്സവത്തിൽ ഉപജില്ലയെ പ്രതിനിധീകരിക്കും. CCN മണ്ണാർക്കാട്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി SSF ചെർപ്പുളശ്ശേരി ഡിവിഷൻ ലെറ്റ് സ്മൈൽ വിദ്യാർത്ഥികളുടെ സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലി സംഘടിപ്പിച്ചു. മുഹമ്മദ് അലി സഖാഫി മടത്തിപ്പറമ്പ് പതാക കൈമാറ്റം നിർവഹിച്ചു.
ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ചെർപ്പുളശ്ശേരി നഗരത്തിൽ സ്കേറ്റിംഗ് പ്രകടനങ്ങൾ, ദഫ്മുട്ട്, വർണ്ണശബളമായ ഫ്ലവർ ഷോ എന്നിവ റാലിക്ക് മിഴിവേകി. നിരവധി വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. ഉമർ സഖാഫി മൗണ്ടരി സമാപന പ്രസംഗം നടത്തി. പരിപാടിയുടെ ഭാഗമായി രാവിലെ 10 മണിക്ക് സ്മാർട്ട് കോർ അംഗങ്ങൾക്കായി ഒരു ഫ്യൂച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചു. റഫീഖ്, കുഞ്ഞു മുഹമ്മദ് സഖാഫി, സ്വാലിഹ് മോളൂർ എന്നിവർ ക്യാമ്പിലെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സേതലവി, റഷീദ് സഖാഫി, റഷീദ് സഅദി, നജീബ് അഹ്സനി, മിസ്ഹബ് സഖാഫി, സ്വാലിഹ് സഖാഫി, ദിൽഷാദ് സഖാഫി, ഷമീർ സഖാഫി, നിഷാദ് സഖാഫി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 60 വയസ്സിന് മുകളിലുള്ള കേൾവിക്കുറവുള്ളവർക്കായി ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 41 പേർക്ക് രണ്ടാം ഘട്ടത്തിൽ ശ്രവണ സഹായികൾ ലഭ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കാഴ്ച പരിമിതിയുള്ളവർ അനുഭവിക്കുന്നത് പോലെ തന്നെ കേൾവിക്കുറവുള്ളവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അത്രയും ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ ശ്രവണ സഹായിയുടെ സഹായത്തോടെ കേൾക്കാൻ കഴിയുന്ന ആളുകൾ അഥവാ കേൾവി ശക്തി ഇല്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ആ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോഴാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ പേരിൽ ആ തുക ഉപയോഗിച്ച് അത്രയും ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് 2 ഘട്ടമായി ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ആദ്യ ഘട്ടത്തിൽ പഴയ സൂപ്പർവൈസർ ശാലിനിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് നമ്മളത് കൊടുത്തു. അതിന് അവരുടെ ഏജ് പ്രത്യേക വയസ്സിന്റെ ഇടയിലുള്ള ആളുകളെ തിരഞ്ഞെടുത്താണ് കൊടുത്തത്. അതിന്റെ 2ാം ഘട്ടമാണ് ഇന്ന് പുതിയ സൂപ്പർവൈസറായിട്ടുള്ള വാണി ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇതേപോലെ തന്നെ പഴയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിലെ ആളുകളെ മുഴുവൻ വരുത്തിച്ച് അവർക്ക് ഇത് കൊടുക്കുക എന്നുള്ള 2ാം ഘട്ട ചടങ്ങ് 41 പേർക്കാണ് ഇന്ന് കൊടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ICDS സൂപ്പർവൈസർ വാണി ശങ്കർ സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികളായ M മോഹനൻ, ഉമ്മർ കുന്നത്ത്, KK ഷൌക്കത്ത്, ഫസീല നൌഷാദ്, നിഷ രാമൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ സലീം നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ വയോജന സംഗമവും വനിതകളുടെയും കുട്ടികളുടെയും കലാകായിക മത്സരങ്ങളും നടന്നു. വാർഡിലെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വാർഡിലെ 75ഓളം മുതിർന്ന പൗരന്മാരെ ഷോൾ അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിക സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിൽ 76 മുതൽ 96 മുതൽ വരികയും 25 വർഷം പിന്നിടുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്നിങ്ങനെ ഇരിക്കാനും ഇത്തരം, കാരണം വയോജന സംഗമം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒറ്റപ്പെടൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇന്നൊരു ദിവസം ഒന്നിച്ചു കൂടുകയും നമ്മുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുകയും ഇവിടെ കലാപരിപാടികളൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് തല സംഗമം 2 ദിവസം മുൻപ് നമ്മൾ നടന്നു. വാർഡ് മെമ്പർ K കോയ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ CDS മെമ്പർ രുക്മിണി സ്വാഗതം പറഞ്ഞു. തുടർന്ന് വാർഡിലെ വയോജനങ്ങൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. വനിതകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വിവിധ തരം കലാപരിപാടികളും അരങ്ങേറി. CCN കടമ്പഴിപ്പുറം. സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ ചരിത്രം ഓർമ്മിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സംസ്ഥാനതല സെമിനാറിന് മുന്നോടിയായാണ് കേരള ഫുട്ബോൾ ചരിത്രം നാൾവഴികൾ നടത്തിയത്. ടൂർണമെന്റിന്റെയും ക്ലബ്ബുകളുടെയും കളിക്കാരുടെയും ചരിത്രം വിവരിക്കുന്ന സെമിനാറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൽ തുടക്കമിട്ട കാൽപന്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു സെമിനാർ. മലപ്പുറത്ത് കളി തുടങ്ങിയതും ബ്രിട്ടീഷ് പട്ടാളത്തെ പന്ത് കളിയിലൂടെ നേരിട്ടതുമെല്ലാം സെമിനാറിൽ അവതരിപ്പിച്ചു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്ന സ്ഥലമാണ് മലപ്പുറം. ഇത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മറ്റൊരു നാട് വേറെയില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻ ഫുട്ബോൾ താരം U അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. കായിക വകുപ്പ് ഡയറക്ടർ P വിഷ്ണുരാജ്, ADM NM മെഹർ അലി, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. കലയുടെയും ആഘോഷത്തിന്റെയും ആരവമുയർത്തി മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്തവണത്തെ കലോത്സവത്തിന് വേദിയാകുന്നത്. തിങ്കളാഴ്ച ആരംഭിച്ച കലോത്സവം
നവംബർ 6 വ്യാഴാഴ്ച സമാപിക്കും. ഒന്നാം ദിനമായ തിങ്കളാഴ്ച അറബിക്, ഉറുദു, സംസ്കൃതോത്സവങ്ങളും രചനാ മത്സരങ്ങളുമാണ് നടന്നത്. ചൊവ്വാഴ്ച സ്റ്റേജിന മത്സരങ്ങളും നടന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഉപജില്ലയിലെ 60 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കായികരംഗത്ത് 9 വർഷത്തിനിടെ 3400 കോടിയുടെ വികസനം നടപ്പിലാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാനത്തിന് ആദ്യ സന്തോഷ് ട്രോഫി വിജയം സ്വന്തമാക്കിയ ടീം അംഗങ്ങൾക്ക് നൽകിയ ആദരം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിച്ചു. ബസ് സ്റ്റാൻഡിന് അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന 10 മീറ്റർ വഴിയില്ലെന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടതോടെയാണ് ജില്ലാ ഗതാഗത വകുപ്പ് അനുമതി നൽകിയത്. കലയുടെ വർണ്ണപ്രപഞ്ചമൊരുക്കി മങ്കട ഉപജില്ലാ കലോത്സവത്തിന് പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നവംബർ 5 ബുധനാഴ്ച കലോത്സവം സമാപിക്കും. വിവിധ വേദികളിലായി 100-ലധികം ഇനങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറുന്നത്. വൻ മയക്കുമരുന്ന് വേട്ടയിൽ 52 ഗ്രാം ഹെറോയിനുമായി അന്യസംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. കരിങ്കലത്താണിയിൽ വെച്ചാണ് ഇയാളെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.